തന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കണ്ണൂർ DCC അല്ല എന്ന് കണ്ണൂരിലെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി ജയിച്ച PK രാഗേഷ്. തന്റെ ആവശ്യങ്ങൾ താൻ മുമ്പോട്ട് വെച്ച ഉപാധികൾ KPCC പരിഗണിക്കും എന്നാണ് താൻ കരുതുന്നത് എന്നും PK രാഗേഷ് പറഞ്ഞു. രാഗേഷിന്റെ വാക്കുകളിലേക്ക്. DCC പ്രസിഡന്റിന്റെയോ കെ സുധാകരന്റെയോ ഔദാര്യത്തിന്റെ മുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികേട് എനിക്കില്ല. എന്നെ ഇത്തരത്തിൽ ബലിയാടാക്കി വിമതനാക്കി പാർട്ടിക്ക് പുറത്താക്കിയവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ KPCCയോടാണ് എൻ്റെ അഭ്യർത്ഥന. തുടക്കം മുതൽ KPCC അതിനുവേണ്ടി ഒരു ഉപസമിതി വെച്ചിട്ടുണ്ട്. ആ ഉപസമിതി അത്തരത്തിൽ നല്ലൊരു തീരുമാനമെടുത്ത് എന്നെപ്പോലുള്ള കോൺഗ്രസിൻ്റെ എക്കാലത്തും കോൺഗ്രസിനെ മാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും അതിനെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന എന്നെപ്പോലുള്ളവരെ പാർട്ടി പുറങ്കാലുകൊണ്ട് തട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും. രാഗേഷ് നിലപാട് കടുപ്പിക്കുന്നു. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, വിശദാംശങ്ങൾ. അടിയറവ് പറഞ്ഞ് കോർപ്പറേഷൻ ഭരണം നേടാൻ UDF തീരുമാനിച്ചിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച തീരുമാനം KPCC DCC ആണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും ഈ DCC തീരുമാനമുണ്ടായത് PK രാഗേഷിന് എല്ലാ വിധത്തിലും PK രാഗേഷിനോടൊപ്പവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അണികൾക്കും 6 വിമതരാണ് ഉണ്ടായിരുന്നത്. ഇവരെ അടക്കം തിരിച്ചെടുക്കാം എന്നുള്ള ഒരു തീരുമാനം DCC കൈക്കൊണ്ടിരുന്നു. ഈ തീരുമാനം KPCCയെ അറിയിക്കാമെന്നും DCC നേതാക്കൾ കെ സുധാകരനും കെ സുരേന്ദ്രനും അടക്കമുള്ള DCC നേതാക്കൾ അറിയിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയാണ് രാഗേഷ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കെ സുധാകരന്റെയും സുരേന്ദ്രന്റെയും ഔദാര്യം തനിക്ക് ആവശ്യമില്ല. KPCCക്ക് താൻ കത്തയച്ചിട്ടുണ്ട്. DCC നേതൃത്വം മാറണം എന്നുള്ളതാണ് ആ കത്തിൽ ഉൾക്കൊള്ളുന്നത്. അവരുടെ ആരൊക്കെ മാറണം എന്നുള്ളത് ആ കത്തിൽ താൻ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനുള്ള മറുപടി തനിക്ക് കിട്ടണം. താൻ നേരത്തെ ഉന്നയിച്ച ഉപാധികളെല്ലാം തന്നെ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ആരെ പിന്തുണക്കണം എന്നുള്ള ഒരു തീരുമാനം താൻ എടുക്കണമെങ്കിൽ ഉപാധികളെല്ലാം അംഗീകരിക്കണം. മാത്രമല്ല താനിപ്പോൾ ഇടതും വലതുമല്ല, സ്വതന്ത്രനാണ്. തീരുമാനം തന്റേത് മാത്രമായിരിക്കും എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കോൺഗ്രസ് നേതാവ് ഹസനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉപസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ സംബന്ധിച്ച കാര്യം PK രാഗേഷിന്റെ കൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേർന്ന ഉപസമിതി യോഗം തീരുമാനിക്കും. അതേസമയം PK രാഗേഷ് പറഞ്ഞിരിക്കുന്നത് KPCC നേതൃത്വമാണ് തന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, DCC നേതൃത്വമല്ല. DCC നേതൃത്വം തന്നെ പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള രീതിയിലാണ് PK രാഗേഷ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സൗമ്യ.